ഹലോ എവരി വൺ വെൽക്കം ടു എജ്യൂപോഡ്. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിലേക്ക് സ്വാഗതം. ഈ നാളെ നിങ്ങളുടെ +2 ജോഗ്രഫി എക്സാം ആണ്. അപ്പോൾ അതിൽ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്നലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണാൻ മറക്കുക, നമ്മുടെ ചാനൽ എന്താണ് വീഡിയോ അവൈലബിൾ ആണ്, നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ട് നോക്കുക. നമ്മൾ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അപ്പോൾ 2.3 എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചു വെക്കണം. ശ്രദ്ധിക്കണേ, എക്സ്പ്ലെയിൻ ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ, ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ വിശദീകരിക്കാനാണ് പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച്. ഇത് ഒരുപാട് എക്സാം ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത് എന്താ, ഡിപ്പെൻഡൻസ് ഓൺ മൺസൂൺ. നമ്മൾ എന്തിനെ ആശ്രയിക്കുന്നുണ്ട്, മൺസൂണിനെ ആശ്രയിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യാണ്, മൺസൂണിനെ ആശ്രയിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മൺസൂണിനെ ആശ്രയിക്കുന്നത് എന്താണ് വളരെ വലിയൊരു പ്രശ്നമാണെന്നൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. മൺസൂൺ മഴയുടെ ആശ്രയിച്ചിട്ടാണ് ബാക്കിയുള്ള കൃഷിയിടങ്ങളുള്ളത്. പിന്നെ ശ്രദ്ധിക്കുക, അപ്പോൾ മൺസൂൺ മഴ എല്ലായിടത്തും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. ഇന്ത്യയിൽ എല്ലായിടത്തും ഒരുപോലെയാണ് മഴ കിട്ടുന്നതല്ല. ചില ഭാഗത്ത് എന്താണ് മഴ കുറവുള്ള സ്ഥലങ്ങളുണ്ട്, ചില ഭാഗത്ത് മഴ കൂടുതലാണ്. അപ്പോൾ മഴയെ മാത്രം ആശ്രയിച്ച് എന്ത് ചെയ്യും, ഇന്ത്യയിലെ കൃഷി പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്ത എന്താണ് ഒരു പ്രശ്നമാണ്. രണ്ടാമത് എന്താ, ലോ പ്രൊഡക്ടിവിറ്റി, അല്ലെ കുറഞ്ഞ ഉൽപ്പാദനക്ഷമത. എന്താണ് ഇന്ത്യയിൽ ഉള്ള കൃഷി ചെയ്യുന്ന ഈൽഡ്, അതായത് വിളകൾക്കൊക്കെ എന്താണ് പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമത എന്താ കുറവാണ്. അത് പ്രോപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. പ്രോപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തത് എന്താണ് ഒരു പ്രശ്നം. പ്രോപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തത് എന്താണ് ഒരു പ്രശ്നമാണ്. സോ അത് പ്രൊഡക്ടിവിറ്റി, അതിൻ്റെ ഒരു ക്വാളിറ്റി കുറയുന്നത് എന്താണ് ഒരു പ്രശ്നമാണ്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്ത ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആൻഡ് ഡെപ്റ്റൻസ് ഇല്ല. അതായത് എന്ത് ചെയ്യാണ്, ഇന്ത്യയിലെ കർഷകർക്കൊക്കെ എന്തുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ. ഇന്ത്യയിലെ കർഷകർക്കൊക്കെ എന്തുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ. പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റാത്തത്, അവർക്ക് ലാഭം കിട്ടാത്തത്, കൃഷിയിൽ നിന്ന് ലാഭം കിട്ടാത്തത്. കാരണം അവരൊക്കെ എന്താ ലോണൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, കൃഷി ചെയ്യുക. അങ്ങനെ കൃഷിയിൽ നിന്ന് ലാഭം കിട്ടാത്തതൊക്കെ എന്തായിട്ട് മാറുന്ന ഒരു പ്രശ്നമായിട്ട് മാറും. അതുപോലെ പല ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളാണ് എന്തുള്ളത്, ഇന്ത്യയിലെ കർഷകർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. പഠിച്ചു വെക്കണം, എക്സാമിന് എന്ത് ചെയ്യും, ചോദിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടോ, അതായത് 3 ക്രോപ്പിംഗ് സീസൺസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 കാർഷിക കാലങ്ങൾ എഴുതാനാണ്. ഏതൊക്കെയാണ് നമുക്കറിയാം, ഖാരിഫ്, റാബി, സെയ്ദ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെയാണ് ഖാരിഫ്, റാബി, സെയ്ദ്. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണെന്നും പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കും. ഖാരിഫ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എങ്ങോട്ടേക്കാ, ജൂൺ ടു സെപ്റ്റംബർ ആണ്. റാബി എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്ക്, ഒക്ടോബർ ടു മാർച്ച് ആണ്. സെയ്ദ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്കാ, ഏപ്രിൽ ടു ജൂൺ ആട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണം, സെയ്ദ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്കാണ്, ഏപ്രിൽ ടു ജൂൺ ആണ്. ശ്രദ്ധിച്ചേ, ഓരോന്നും കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഖാരിഫിൽ ഏതൊക്കെയാണ്, നെല്ല് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ റാബിയിൽ ഗോതമ്പാണ്. സെയ്ദിൽ നിന്ന് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളാണ്. അപ്പോൾ ഓരോന്നിലും കൃഷി ചെയ്യുന്ന വിളകളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക കേട്ടോ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ 2 മെയിൻ ഫൈബർ ക്രോപ്സ് ഇൻ ഇന്ത്യ. ഇതിൽ പ്രധാനപ്പെട്ട 4 വിളകൾ ഏതൊക്കെയാണ് കുറിച്ച് ചോദിച്ചത്. ശ്രദ്ധിക്കുക, ഏതൊക്കെയാണ് ഒരുപാട് ഫൈബർ ഉണ്ട്. അതിൽ ഒന്നാമത്തെ കോട്ടൺ, പരുത്തിയാണ്. പരുത്തി വരുന്ന ഖാരിഫ് സീസണിലാണ് എന്ത് ചെയ്യുന്നത്, കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ മഹാരാഷ്ട്ര, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ അതേസമയം തന്നെ ഇന്ത്യയിൽ 2 തരത്തിലുള്ള കൃഷിയുണ്ട്, പരുത്തിയുണ്ട്. അമേരിക്കൻ കോട്ടണും അതേപോലെ തന്നെ എന്താണ് ഇന്ത്യൻ കോട്ടണും. അമേരിക്കൻ കോട്ടൺ വടക്കേ ഇന്ത്യയിൽ വിളിക്കുന്ന പേരെന്താ, നർമ്മ എന്നാണ്. പിന്നെ അത്യാവശ്യം തന്നെ ഡാർക്ക് ക്ലൗഡി, അതായത് നല്ല എന്താണ്, പിന്നെ വലിയൊരു കാർമേഘമുള്ള സമയത്തൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കോട്ടൺ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റില്ല. അടുത്ത ജൂട്ടാണ്, ചണമാണ്. നമ്മൾ എന്ത് ജൂട്ടില്ല, വെസ്റ്റ് ബംഗാളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ജൂട്ട് കൃഷി ചെയ്യുന്നത്. ആസാമിലും ഒഡീഷയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ജൂട്ട് കൃഷി ചെയ്യുന്ന ഒരു കാര്യം ഓർത്ത് വെക്കുക. നമ്മൾ ലോകത്തിലുള്ളത് 3/5 ലോകത്ത് കൃഷി ചെയ്യുന്ന ജൂട്ടിൻ്റെ 3/5 എവിടെയാണ്, വെസ്റ്റ് ബംഗാളിലാണെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. അടുത്ത എന്താണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഷുഗർ കൾട്ടിവേഷൻ ഇന്ത്യ. ഇന്ത്യയിലെ കരിമ്പ് കൃഷിയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ശ്രദ്ധിച്ചേ, അപ്പോൾ ഇന്ത്യയിലെ കരിമ്പ് കൃഷി നമുക്കറിയാം എന്താണ്, ഇന്ത്യയിൽ ഏറ്റവും കരിമ്പ് കൃഷി ചെയ്യുന്നത് ആരാണ്, UP, ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ കരിമ്പ് കൃഷി ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, കരിമ്പിന് ഏത് വിളയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടേക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക കേട്ടോ. അടുത്ത ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ എക്സ്പ്ലെയിൻ ദ റെയിൻഫെഡ് ഫാമിംഗ്. മഴയെ ആശ്രയിച്ചുള്ള കൃഷിയെ തരംതിരിച്ച് വിശദമാക്കുക. അല്ലെ, മഴയെ ആശ്രയിച്ചുള്ള കൃഷി 2 ഡ്രൈ ലാൻഡ് ഫാമിംഗ്, അതേപോലെ തന്നെ ഇതാണ് വെറ്റ് ലാൻഡ് ഫാമിംഗ്. ഏതൊക്കെയാണ്, ഡ്രൈ ലാൻഡ് അതായത് വരണ്ട നില കൃഷിയും നിർനില കൃഷിയും. ശ്രദ്ധിക്കണേ, വരണ്ട നില കൃഷിയും നിർനില കൃഷിയുമാണ് 2 സോ എന്താണ്, വർഷത്തിൽ 75 സെന്റിമീറ്റർ, ലെസ് ദാൻ 75 സെന്റിമീറ്റർ, 75 സെന്റിമീറ്ററിൽ കുറവ് മാത്രം മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലുള്ള കൃഷിയെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഡ്രൈ ലാൻഡ് ഫാമിംഗ് എന്ന് വിളിക്കുന്നു. അതിൽ കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലങ്ങളാണ് എന്തുള്ളത്, വെറ്റ് ലാൻഡ് ഫാമിംഗ്. അപ്പോൾ ഈ ഡ്രൈ ലാൻഡ് ഫാമിങ്ങിലേക്ക് എന്ത് ആവശ്യമാടാ, എന്ത് വേണം, നമ്മുടെ ഇറിഗേഷൻ, അതായത് ജലസേചന സഹായത്തോട് കൂടിയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കൃഷി ചെയ്യുന്ന ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്തത് കണ്ടോ, എന്താണ്, റൈസും വീറ്റും. ഇന്ത്യയിലെ ഗോതമ്പ് കൃഷിയെയും അതേപോലെ തന്നെ നെൽകൃഷിയെയും എന്ത് ചെയ്യാണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഗോതമ്പ് കൃഷിയും അതേപോലെ തന്നെ നെൽകൃഷിയെയും കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മക്കളെ ശ്രദ്ധിച്ചോ, ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ അതിലേക്ക് എന്തിനാണ് ആഡ് ചെയ്യണം. അപ്പോൾ 2 കാര്യം, ഒന്ന് റൈസാണ്. റൈസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൃഷി ചെയ്യുന്നത് ഒരു റൈസാണ്. അതേപോലെ തന്നെ അറൗണ്ട് 3000-ഓളം വെറൈറ്റികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്. ഇതിൽ ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാന കൃഷി ചെയ്യുന്നത്, ഇന്ത്യയിലെ ലോകത്തുള്ള സ്ഥാനങ്ങളൊക്കെ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യണേ. വെസ്റ്റ് ബംഗാളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നെൽകൃഷി ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാൾ എന്തെങ്കിലും ബോറ ഹൗസ് എന്നൊരു വലിയ അടിപൊളിയായിട്ടുള്ള കൃഷി ചെയ്യുന്നുണ്ട്. ഹിമാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് റൈസ് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ഇന്ത്യയിൽ രണ്ടാമതായിട്ട് ഇന്ത്യയിൽ എന്താണ് കൂടുതൽ കൃഷി ചെയ്യുന്ന ഒന്നാണ് വീറ്റ് അഥവാ ഗോതമ്പ് എന്ന് പറയുന്നത്.
ശ്രദ്ധിക്കണേ, ഇന്ത്യയുടെ വടക്ക് മധ്യപ്രദേശ് ശൈത്യകാലത്ത് വിന്റർ സീസണിലാണ് എന്ത് കൾട്ടിവേറ്റ് ചെയ്യുക, ഗോതമ്പ് കൾട്ടിവേറ്റ് ചെയ്യുക. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഏകദേശം 2500 മീറ്റർ ഹൈറ്റിൽ വരുന്ന സ്ഥലങ്ങളിൽ പോലും ഇന്ത്യയിൽ എന്ത് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ഗോതമ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഏത് സംസ്ഥാനങ്ങൾ, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ് ഇവിടങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഗോതമ്പ് പ്രധാനമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. നമ്മൾ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്താണ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടു നോക്കട്ടോ. ശ്രദ്ധിക്കണേ, ഇനി ഈ ചാപ്റ്റർ അതായത് വാട്ടർ റിസോഴ്സുള്ള ചാപ്റ്റർ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്താണ്, ലിസ്റ്റ് എനി 2 സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണത്തിൻ്റെ 2 ഉറവിടങ്ങൾ പട്ടികപ്പെടുത്താനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ഇതിലേക്ക് ആഡ് ചെയ്യൽ എന്തൊക്കെയാണ് ജലമലിനീകരണ 2 ഉറവിടങ്ങൾ. ഒന്നെന്താ, ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളുന്ന എന്ത്, വേസ്റ്റ് വാട്ടർ, അല്ലെങ്കിൽ ഹോം വീടുകളിൽ നിന്ന് പോകുന്ന വേസ്റ്റ് വാട്ടർ. അതേപോലെ തന്നെ എന്താണ്, നമ്മൾ വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് വീടുകളിൽ നിന്നും, അതിൽ ആളുകളൊക്കെ വേസ്റ്റ് ഡംപ് ചെയ്യുന്നതൊക്കെ എന്താണ്, ഇതിൻ്റെ പ്രശ്നമാണ്. എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അടുത്ത എന്താണ്, വാട്ട് യു മീൻ ബൈ വാട്ടർ ഷെഡ് മാനേജ്മെന്റ്, നെയിം എ വാട്ടർ ഷെഡ് മാനേജ്മെന്റ് പ്രൊജക്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എന്താണ് നിർത്തറ പരിപാലനം, എന്താണ് വാട്ടർ ഷെഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ, അത് ഇഫക്റ്റീവ് മാനേജ്മെന്റ് ആൻഡ് കൺസർവേഷൻ ഓഫ് സർഫസ് വാട്ടർ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ് കോൾഡ് വാട്ടർ ഷെഡ് മാനേജ്മെന്റ്. അതായത് നമ്മുടെ ഉപരിതലത്തിലുള്ള ജലത്തിൻ്റെയും ഭൂഗർഭത്തിൻ്റെ ജലത്തിൻ്റെയും ഫലപ്രദമായ ഉപയോഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു, വാട്ടർ ഷെഡ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിനായിട്ട് ഒരുപാട് പദ്ധതികൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലോകത്ത് നമ്മൾ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഒരു കാര്യം. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗമായിട്ട് ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എല്ലാം ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഏതാണ്, നീരുമീരു, ആന്ധ്രാപ്രദേശിലുള്ള നീരുമീരു. അതേപോലെ തന്നെ അർവരി പാനി സൻസദ്, രാജസ്ഥാനിലെ അർവരി പാനി സൻസദ്, തമിഴ്നാട്ടിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള പദ്ധതികളുണ്ട്. അപ്പോൾ ഈ പേരുകളൊക്കെ പഠിച്ചു വെക്കണം. ഇതിലേക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ ആഡ് ചെയ്യണം. അടുത്തെന്താ, ഹൗ ടു ദ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സെൽഫ് കൺസേർവ് വാട്ടർ റിസോഴ്സസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ജലവിഭവ സംരക്ഷണത്തിനായിട്ട് മഴവെള്ള കൊയ്ത്ത് എങ്ങനെയാണ് സഹായിക്കുന്നത്. ശ്രദ്ധിക്കുന്നത്, ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, റെയിൻ വാട്ടർ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, ഇന്ത്യയിലേക്ക് മഴവെള്ളം മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ മഴവെള്ളം മൊത്തം ഒഴുകിപ്പോവാണ്. ഇന്ത്യയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത ആ മഴവെള്ളം മൊത്തം എന്ത് ചെയ്യാണ്, ഒഴുകിപ്പോവുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒഴുകിപ്പോകുന്ന മഴവെള്ളത്തെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഭാവിയിൽ ഉപയോഗത്തിന് നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അതിനാണ് നമുക്ക് എന്തുള്ളത്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, മഴക്കുഴികൾ കുഴിച്ചിട്ടും, അതേപോലെ റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. നമ്മൾ എന്താണ്, റൂഫ് ടോപ്പ് വീടിൻ്റെ മുകൾ ഭാഗത്ത് റൂഫുകളിൽ എന്ത് ചെയ്യാണ്, ചാലുകൾ, പൈപ്പുകൾ ഉണ്ടാക്കി അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ രാജസ്ഥാനിലൊക്കെ എന്ത് ചെയ്യാണ്, കുണ്ടോ ഒരു ടങ്ക ഉണ്ടാക്കിയിട്ട് റൂഫിൽ നിന്നുള്ള വെള്ളം എന്ത് ചെയ്യുന്നത്, ടങ്കയിലേക്ക് സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. മഴക്കുഴികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതായത് എന്ത് ചെയ്യുന്നുണ്ട്, മഴവെള്ള സംഭരമായുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, 3 കീ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ വാട്ടർ പോളിസി. 3 മാർക്കിന് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചാൽ എന്ത്, നാഷണൽ വാട്ടർ പോളിസി അഥവാ ദേശീയ ജലനയം. ശ്രദ്ധിച്ചേ, എന്താണ് നാഷണൽ വാട്ടർ പോളിസി? ഏത് ഇയറിലെ 2002 ഇന്ത്യയിൽ എന്ത് ചെയ്യാണ്, ഇന്ത്യയിലെ വെള്ളത്തിൻ്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഒരു വാട്ടർ പോളിസിയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ ഒന്നാമത്തെ ഫീച്ചർ എന്താ, ഇറിഗേഷൻ മൾട്ടിപർപ്പസ് പ്രോജക്ട് ഷുഡ് ഇൻക്ലൂഡ് ഡ്രിങ്കിങ് വാട്ടർ ഇഫ് ദർ ഇസ് നോ സ്പെസിഫിക് സോഴ്സ് ഓഫ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ ഇൻ ദാറ്റ് റീജിയൻ. ഒരു പ്രദേശത്ത് ഒരു ഡാം ഉണ്ടാക്കുമ്പോൾ, അതായത് കൃഷി ആവശ്യത്തിന് അല്ലെങ്കിൽ വൈദ്യുതി ഉണ്ടാക്കാൻ ഒരു ഡാം ഉണ്ടാക്കുമ്പോൾ ആ ഡാം എന്ത് ചെയ്യണം, ആ ഭാഗത്ത് ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ ആ കുടിവെള്ളം കൂടി എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. രണ്ടാമത്, പ്രൊവൈഡിംഗ് ഡ്രിങ്കിങ് വാട്ടർ ടു ഓൾ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ആനിമൽസ് ടു ഫസ്റ്റ് പ്രയോറിറ്റി. അല്ലേ, എല്ലാ മനുഷ്യർക്കും മൃഗങ്ങൾക്കുമാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് പ്രയോറിറ്റി. അതായത് കുടിവെള്ളത്തിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ആർക്കാ, ഇവർക്കാണ്. പിന്നെന്താ, ഗ്രൗണ്ട് വാട്ടർ യൂസ് ഷുഡ് ബി കൺട്രോൾഡ് ആൻഡ് ലിമിറ്റ് ഷുഡ് ബി സെറ്റിൽ. എന്ത് ചെയ്യണം, ഭൂഗർഭജലത്തിന് ഒരു പരിധി നിശ്ചയിക്കുകയും അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഉപയോഗിക്കുകയും ചെയ്യണം. പിന്നെന്താ, ക്വാളിറ്റി മോണിറ്ററിംഗ് ഷുഡ് ബി റെഗുലർലി ഡൺ ബൈ സർഫസ് വാട്ടർ എന്ന ഗ്രൗണ്ട് വാട്ടർ. എന്ത് ചെയ്യണം, ഉപരിതല ജലത്തിലും ഭൂഗർഭജലത്തിലും ഗുണനിലവാര നിരീക്ഷണം എന്ത് ചെയ്യണം, പതിവായി നടത്തണം. ഘട്ടമായിട്ട് എന്ത് ചെയ്യണം, ക്വാളിറ്റി ചെക്ക് ചെയ്യണം. പിന്നെ എഫിഷ്യൻ യൂസ് ഓഫ് വാട്ടർ അറ്റ് ഓൾ ലെവൽ ഷുഡ് ബി എൻഷുർഡ്. എല്ലാ തലത്തിലും എന്ത് ചെയ്യണം, ജലത്തിൻ്റെ കാര്യക്ഷമമായ ഉപയോഗം നടപ്പിലാക്കണം. എല്ലാ തലത്തിലും എന്ത് ചെയ്യണം, ജലത്തിൻ്റെ കാര്യക്ഷമമായ ഉപയോഗം എന്ത് ചെയ്യണം, ഉറപ്പാക്കണം. പിന്നെന്താണ്, ജനങ്ങൾക്ക് ഒരു അവയർനെസ് സൃഷ്ടിക്കണം. അല്ലേ, എന്ത് വെള്ളം ഉപയോഗിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല. പിന്നെ അതേപോലെ വിദ്യാഭ്യാസ പദ്ധതിയിൽ മറ്റൊക്കെ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. ഈ പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. പിന്നെ ശ്രദ്ധിക്കുക, വാട്ട് ആർ ദി പ്രോബ്ലംസ് ഓഫ് ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഭൂഗർഭജലത്തിന് അമിതമായ ഉപയോഗം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വാട്ടർ റിസോഴ്സ്, റെഡ്യൂസ് ദ ക്വാളിറ്റി ഓഫ് അവൈലബിൾ വാട്ടർ. അല്ലേ, അതായത് അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായ ജലത്തിന് എന്ത് കുറയ്ക്കുന്നു, അളവ് കുറയ്ക്കുന്നു. അത് മാത്രമല്ല, സം ഓഫ് ദിസ് റീസൺ ബൈ സം പ്ലേസസ് ഓഫ് ദ പ്ലേസ് വാട്ടർ സ്കാർസിറ്റി. അതായത് ഭൂഗർഭജലം ഒരു ഭാഗത്തുള്ള ആളുകൾ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് വാട്ടർ സ്കാർസിറ്റി. ചില ഏരിയകളിൽ എന്ത് ചെയ്യുന്നു, വാട്ടർ സ്കാർസിറ്റി, അതായത് എന്ത് ചെയ്യാണ്, ജലം കിട്ടാത്ത, ജലലഭ്യതയുടെ ഒരു അളവ് എന്ത് ചെയ്യാണ്, കുറയ്ക്കുകയാണ്. ജലം പ്രോപ്പറായിട്ട് കിട്ടാതിരിക്കാൻ എന്ത് ചെയ്യുന്നു, ഒരു കാരണമായിട്ട് മാറുന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയൊക്കെ എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ, യെസ്, ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി
വെക്കാം. ഇനി ശ്രദ്ധിച്ചേ, അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. അടുത്തെന്താ, മിനറൽ ആൻഡ് എനർജി അല്ലേ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഏതാണ് മിനറൽ ആൻഡ് എനർജി എന്നുള്ള ചാപ്റ്റർ എന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചത്. അതായത് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ്. അപ്പോൾ എക്സാമിൽ ഒരുപാട് തവണ ചോദിക്കുന്നതാണ് എന്ത്, കൺവെൻഷനും നോൺ കൺവെൻഷനൽ, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സും തമ്മിൽ വ്യത്യാസം. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ മനസ്സിലാക്കി വെക്കുക. എന്താ, നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന ഊർജ്ജ സ്രോതസ്സുകൾ വിളിക്കുന്ന പേരാണ് എന്ത്, കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. അതായത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെ, കോള്, പെട്രോളിയം, അങ്ങനത്തെ സാധനങ്ങൾക്ക് ഇത് പെടും. ഇതിന് പ്രത്യേകം ഒന്ന് എക്സോസ്റ്റ് ശുഷ്കമാകുന്നുണ്ട്, റിന്യൂ ചെയ്യാൻ പറ്റില്ല, എൻവയോൺമെന്റ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ എക്സാമ്പിൾസ് ഏതൊക്കെയാ, സോളാർ എനർജി, വിൻഡ് എനർജി, വേവ് എനർജി, ടൈഡൽ എനർജിയുടെ എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. പിന്നെ എന്താണ് ഇത്, റിന്യൂവബിൾ ആണല്ലോ. അതായത് എന്ത് ചെയ്യുന്നു, നോൺ കൺവെൻഷണൽ പറയുന്നത് റിന്യൂവബിൾ ആണ്, ചീപ്പ്, ചിലവ് കുറവാണ്, അതേപോലെ എന്താ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി, എന്ത് ചെയ്യുന്നു, നമ്മുടെ എന്താണ് പരിസ്ഥിതിക്ക് അനുയോജ്യമാണ്. ഈ പ്രത്യേകതകൾ പഠിച്ചു വെക്കുക, എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, ക്ലാസിഫൈ ദി മിനറൽസ് ബേസ്ഡ് ഓൺ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. എന്ത് ചെയ്യാണ്, ഒരു 3 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, സവിശേഷ ധാതുക്കളെ തരംതിരിക്കുക. അപ്പോൾ എന്താ, മിനറൽസ് ആർ ക്ലാസിഫൈഡ് 2 ടൈപ്സ് ഓൺ ദ ബേസ് ഓഫ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ എന്ത് ചെയ്യുന്നു, രാസിക ഭൗതിക ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോഹങ്ങളെ 2ആയി തരംതിരിക്കാം. ഒന്നാമത്തെ എന്താ, മെറ്റാലിക് ലോഹധാതുക്കളും, രണ്ടാമത്തേതാ നോൺ മെറ്റാലിക് അലോഹധാതുക്കളും. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒന്നാമത്തേതാണ് മെറ്റാലിക് അഥവാ ലോഹധാതുക്കളും, രണ്ടാമത്തേതാ നോൺ മെറ്റാലിക് അഥവാ അലോഹധാതുക്കളും. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ലോഹധാതുക്കൾ എന്ന് പറഞ്ഞാൽ മെറ്റാലിക് എന്ന് പറഞ്ഞാൽ എന്താ, മെറ്റാലിക് മിനറൽസ് കണ്ടെയ്ൻസ് മെറ്റൽസ് ലൈക്ക് അയൺ ആൻഡ് കോപ്പർ ആൻഡ് ഗോൾഡ്. അയൺ, ഇരുമ്പ്, അങ്ങനെയുള്ള മെറ്റൽസ് ആയിട്ടുള്ള ധാതുക്കൾ, ലോഹങ്ങളായിട്ടുള്ള ധാതുക്കൾ നമ്മൾ എന്ത് വിളിക്കുക, മെറ്റാലിക് മിനറൽസ്. ഇവയെ നമുക്ക് എന്ത് ചെയ്യാം, 2ആയി തരംതിരിക്കാം. എന്ത്, ഫെറസ് മെറ്റൽസ്, നോൺ ഫെറസ് മെറ്റൽസ്. ഇരുമ്പിൻ്റെ അംശമുള്ളതും ഇരുമ്പിൻ്റെ അംശമില്ലാത്തതും 2ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തരംതിരിക്കാൻ പറ്റും. അത് നോൺ മെറ്റാലിക് മിനറൽ എന്ന് പറഞ്ഞാൽ ലോഹങ്ങളില്ലാത്ത ബാക്കിയുള്ളതൊക്കെ എന്താണ്, നോൺ മെറ്റാലിക് മിനറൽസ് ആണ്. ലോഹങ്ങളില്ലാത്ത ബാക്കിയുള്ളതൊക്കെ എന്താണ്, നോൺ മെറ്റാലിക് മിനറൽസ് ആണെന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ലോഹങ്ങളില്ലാത്ത ബാക്കിയുള്ളതൊക്കെ, അതായത് മൈക്ക, പെട്രോളിയം, ആ കാര്യങ്ങളൊക്കെ എന്തിൽ പെടും, ഇതിൽ പെടുന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അതൊക്കെ എന്തിൽ പെടും, ഇതിൽ പെടുന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടോ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ, റെഡി ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, എന്താണ്, യു റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ പെട്രോളിയം റിസോഴ്സസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പെട്രോൾ നിക്ഷേപത്തെക്കുറിച്ച് ഒരു ചെറു കുറിപ്പ് തയ്യാറാക്കാം. ശ്രദ്ധിക്കണേ, ഇന്ത്യയിൽ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പലയിടങ്ങളിലായിട്ട് പെട്രോളിയം കാണാം. മെയിനായിട്ട് എവിടെയൊക്കെ കാണുക, ആസാമിലുണ്ട്, ഗുജറാത്തിലുണ്ട്, മഹാരാഷ്ട്രയുണ്ട്. ആസാമിൽ ദിഗ്ബോയിലും, ഗുജറാത്തിൽ അലങ്കേശ്വറിലും, മഹാരാഷ്ട്രയിൽ എവിടെയാണ്, മുംബൈ ഹൈയിലുമാണ് ഇന്ത്യയിൽ എന്ത് കാണുന്നത്, പെട്രോളിയം കാണുന്നത്. സോ എന്ത് ചെയ്യുകയാണ്, ഇന്ത്യയിൽ ഈ പെട്രോളിയത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ONGCയിലെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ 1956 എന്ത് ചെയ്യണം, ഇന്ത്യയിലെ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ ദിഗ്ബോയ്, നഹർകത്തിയ, മൊറാൻ, ശ്രദ്ധിക്കണം, എന്താണ് രാജ്യത്തിൽ പല ഭാഗങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആസാമിൽ എവിടേക്കാണ്, ദിഗ്ബോയ്, നഹർകത്തിയ, അതേപോലെ മൊറാനിലും. ഗുജറാത്തിൽ എവിടേക്കാണ്, അലങ്കലേശ്വർ, കലോൾ, മെഹ്സാനയിലുമാണ്. ബോംബെ ഹൈ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പെട്രോളിയം പ്രൊഡക്ട്സ് ഇന്ത്യയിൽ കുഴിച്ചെടുക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിഫൈനറി 2 തരത്തിലുണ്ട്, ഫീൽഡ് ബേസ്ഡ്, മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ അതേസമയം എന്ത് ചെയ്യാണ്, പിന്നെ എന്ത് ചെയ്യാണ്, ഏകദേശം 18 എണ്ണത്തിൽ കുറയാത്ത 18ഓളം റിഫൈനറികൾ എവിടെയാണ്, ഇന്ത്യയിൽ പെട്രോളും ശുദ്ധീകരിക്കാനുള്ള 18ഓളം റിഫൈനറികൾ ഇന്ത്യയിലുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ പെട്രോളും ഡീസലും നാച്ചുറൽ ഗ്യാസും ഏവിയേഷൻ പെട്രോളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് പുറമെ വേറെയും പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് രാസവളം, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ, സിന്തറ്റിക് റബ്ബർ ഉണ്ടാക്കാൻ, സിന്തറ്റിക് ഫൈബർ ഉണ്ടാക്കാൻ, മെഡിസിൻസ് ഉണ്ടാക്കാൻ, വാസ്ലിൻ ഉണ്ടാക്കാൻ, ആ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, പെട്രോളിയം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇന്ത്യയിൽ ധാതുക്കൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് 4 മാർക്കിന് ഒരുപാട് തവണ ചോദിച്ചാണ്. ഇന്ത്യയിൽ ധാതുക്കൾ പൊതുവെ 3 മേഖലകളാണ് കാണുന്നത്. ഏതൊക്കെയാണ് 3 മേഖലകൾ, ഏതൊക്കെയാണ് 3 മേഖലകൾ, അതായത് എന്ത് ചെയ്യുക, ഒന്ന് നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റ് റീജിയൻ, ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ പീഠഭൂമിയിലാണ്. ഒന്ന് എവിടെയാണ് കാണുന്നത്, ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ പീഠഭൂമിയിലാണ്. രണ്ടാമത്തെ എന്താ, സൗത്ത് വെസ്റ്റേൺ റീജിയൻ, തെക്ക് പടിഞ്ഞാറൻ പീഠഭൂമിയിലാണ്. മൂന്നാമത്തെ എന്താ, നോർത്ത് വെസ്റ്റേൺ റീജിയൻ, വടക്ക് പടിഞ്ഞാറൻ പീഠഭൂമിയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ 3 ഭാഗങ്ങളിലായിട്ടാണ് എന്ത് കാണുന്നത്, ധാതുക്കൾ കൂടുതലായിട്ട്. ശ്രദ്ധിക്കണം, ഇന്ത്യയിൽ 3 ഭാഗങ്ങളിലായിട്ടാണ് എന്ത് കാണുന്നത്, ധാതുക്കൾ കാണുന്നത്. ഏതൊക്കെയാണ്, നോർത്ത് ഈസ്റ്റേൺ, വടക്ക് കിഴക്കൻ പീഠഭൂമിയുണ്ട്, സൗത്ത് വെസ്റ്റേൺ ഉണ്ട്, തെക്ക് പടിഞ്ഞാറൻ പീഠഭൂമിയുണ്ട്, നോർത്ത് വെസ്റ്റേൺ, വടക്ക് പടിഞ്ഞാറൻ മേഖലയിലും എന്ത് ചെയ്യുന്നുണ്ട്, ധാതുക്കൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചാൽ ഈ നോർത്ത് ഈസ്റ്റേൺ മേഖലയിൽ കാണുന്നത് ഏതൊക്കെയാണ്, അതായത് ഏതൊക്കെയാണ്, ഛോട്ടാ നാഗ്പൂരിൻ്റെ ഒഡീഷ പ്ലേറ്റ്, ഛോട്ടാ നാഗ്പൂരിൻ്റെ ഒഡീഷയുടെ ഭാഗങ്ങളുണ്ട്. ഇവർ മെയിനായിട്ട് കാണുന്നത് എന്താ, അയേൺ, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, ലൈംസ്റ്റോൺ, ഡോളമൈറ്റ്. നിങ്ങൾ ശ്രദ്ധിക്കണം, അയേൺ, മാംഗനീസ്, മൈക്ക, ഡോളമൈറ്റ് കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ സൗത്ത് വെസ്റ്റ് നമ്മൾ തമിഴ്നാട്, കർണാടക, കേരളത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതിൽ എന്തൊക്കെ കാണുന്നത്, ലൈംസ്റ്റോൺ, മാംഗനീസ്, അയണോറൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് കാണുന്നുണ്ട്. മൂന്നാമത് നോർത്ത് വെസ്റ്റേൺ റീജിയൻ, ഇവിടെ എന്താ, ഗുജറാത്ത്, രാജസ്ഥാൻ്റെ ഭാഗങ്ങളുണ്ട്. ഇവിടെ മെയിനായിട്ട് കോപ്പറും സിങ്കും ആണ് ഒക്കെ മെയിനായിട്ട് കാണുന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടോ. ഓക്കെ, പിന്നെ നമുക്കറിയാം എന്താണ്
ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ എന്താണ് ആണവോർജ്ജം, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ന്യൂക്ലിയർ എനർജി, ആണവോർജ്ജവുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പോൾ ശ്രദ്ധിച്ചേ എന്താണ് ആണവോർജ്ജം, ഇന്ത്യ നമുക്ക് എന്ത് ചെയ്യുന്നത് ആണവോർജ്ജം നല്ല രീതിയിൽ എന്തിന് ഫ്ലറിഷ് ചെയ്യുന്നത്, ഇത് യുറേനിയം തോറിയം, ഇന്ത്യയിൽ മെയിനായിട്ട് കാണുന്ന ന്യൂക്ലിയർ എനർജി സോഴ്സസ് ഏതൊക്കെയാണ് യുറേനിയം തോറിയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താണ് ഇന്ത്യയിൽ കൂടുതലായിട്ട് യുറേനിയം തോറിയം ഉപയോഗിച്ചിട്ട് എനർജി എന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ചെയ്യാം. അപ്പോൾ 1948 എന്ത് ചെയ്ത് ഇന്ത്യയുടെ അറ്റോമിക് എനർജി എന്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്, അതിനുശേഷം 1954 1967 എന്ത് ചെയ്യുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാബ അറ്റോമിക് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പൊക്രാൻ, രാജസ്ഥാനിലെ പൊക്രാനിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആണവോർജ്ജം എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആദ്യ പരീക്ഷണം നടന്നു. ഉദയ്പൂർ, അൽവാർ, ജുൻജുൻ തുടങ്ങിയ രാജസ്ഥാനിലെ പല ജില്ലകളിലും എന്ത് ചെയ്യുന്നുണ്ട് ആണവോർജ്ജം എനർജി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ 1974 പൊക്രാനിൽ May 18 പൊക്രാനിലാണ് എന്ത് ചെയ്തത് ആദ്യമായിട്ട് കയറുന്നത്. പക്ഷേ 1998 എന്ത് ഇതിൻ്റെ ഒരു ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള കാര്യം നടന്നത്. ബീഹാർ, രാജസ്ഥാൻ, തമിഴ്നാട്, കേരള ഇവിടങ്ങളൊക്കെ എന്ത് കാണാൻ പറ്റും ഇന്ത്യയിൽ യുറേനിയം തോറിയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ത് ചെയ്യുക മനസ്സിലാക്കി. ഓക്കെ, ഇന്ത്യയിൽ 6 ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, 6 ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് എവിടെയുണ്ട് ഇന്ത്യയിലുണ്ട്. ഏതൊക്കെയാ താരാപൂർ, കോട്ട, കൽപ്പാക്കം, കക്കർപ്പാറ, കർവാർ, നറോറ, കൂടംകുളം, തമിഴ്നാട്ടിലെ കൂടംകുളം ഒക്കെ ഇതിൽ പെടുന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ബ്രീഫ്ലി അനലൈസ് ദ നീഡ് ഓഫ് കൺസർവേഷൻ മിനറൽ റിസോഴ്സസ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് ധാതു സമ്പത്ത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് വിശകലനം ചെയ്യാനാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കറിയാം എന്താണ് ഒരു രാജ്യത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കോമഡിറ്റിയാണ് മിനറൽസ്. അപ്പോൾ ധാതുക്കൾ സംരക്ഷിക്കുക എന്നുള്ളത് എന്താണ് വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ, നമുക്ക് പല ആവശ്യങ്ങൾക്കുമായിട്ട് പല സാധനങ്ങൾ ഉണ്ടാക്കാനും എന്താവശ്യമാണ് മിനറൽസ് അഥവാ ധാതുക്കൾ ആവശ്യമാണ്. അപ്പോൾ ധാതുക്കൾ പ്രോപ്പറായിട്ട് പ്രൊട്ടക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് നല്ലൊരു നാളെ കിട്ടുള്ളൂ. അടുത്തൊരു ചാപ്റ്റർ കണ്ടോ, പ്ലാനിങ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ഉള്ള 6ാമത്തെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ 6ാമത്തെ ചാപ്റ്ററാണ്. ശ്രദ്ധിച്ചേ, അതിൽ ഇന്ത്യയിൽ കണ്ടോ റൈറ്റ് എനി 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡ്രൗട്ട് പോൺ ഏരിയ പ്രോഗ്രാംസ് ലോഞ്ച് ഇൻ ഇന്ത്യയിൽ വരൾച്ചാ ബാധിത പ്രദേശങ്ങളുടെ ഏതെങ്കിലും 2 ലക്ഷ്യങ്ങൾ ഇതാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ എവിടെയാണ് 4th 5-year പ്ലാൻ 4ാമത്തെ പഞ്ചവത്സര പദ്ധതി അനുസരിച്ചാണ് ഇന്ത്യയിൽ എന്ത് ചെയ്തത് ഈ ഡ്രൗട്ട് പ്രോൺ ഏരിയ, അതായത് വരൾച്ചാ ബാധിത പ്രദേശത്ത് ഒരു ഊന്നൽ നൽകിക്കൊണ്ട് പദ്ധതി നൽകിയത്. അപ്പോൾ അതിന് ഭാഗമായിട്ട് ജലസേചന പദ്ധതികൾ അവിടെ സ്ഥാപിക്കുക, അതേപോലെ അവിടെ ഫോറസ്റ്റേഷൻ വനവൽക്കരണം, അവിടുത്തെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് വരൾച്ച, അവിടെ വെള്ളമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവിടേക്ക് എന്ത് ചെയ്യുക ജലസേചന പദ്ധതി സ്ഥാപിക്കുക, എഫോറസ്റ്റേഷൻ അത് എന്ത് ചെയ്യാണ് വനവൽക്കരണം, ഗ്രാസ് ലാൻഡ് ഡെവലപ്മെൻറ്റ് പുൽമേടുകളുടെ വികസനം, അതുപോലെ റോഡ് സൃഷ്ടിക്കുക, വൈദ്യുതി എത്തിക്കുക, ഈ കാര്യങ്ങളൊക്കെ എന്താണ് ഇതിൻ്റെ ലക്ഷ്യങ്ങളിൽ എന്ത് ചെയ്യും പെടുന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലായി. അപ്പം വെള്ളം, മണ്ണ്, സസ്യം, അതായത് അവിടേക്ക് എന്ത് ചെയ്യുക പ്രോപ്പറായിട്ടൊരു ഡെവലപ്മെൻറ്റ് വികസനത്തിനായുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കുക എന്നുള്ളത് എന്താണ് ഇതിൻ്റെ ലക്ഷ്യമാണ്. പിന്നെ ശ്രദ്ധിക്കണേ, താഴെ പറയുന്നവ ഈ 2 അതായത് എന്ത് ചെയ്യാണ് പിന്നെ ഈ താഴെ പറയുന്ന 2 എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തത്. ഏതൊക്കെയാണ് ടാർഗറ്റ് ഏരിയ പ്ലാനിങ്ങും അതേപോലെ ഹിൽ ഏരിയ ഡെവലപ്മെൻറ്റും അല്ലേ. ശ്രദ്ധിച്ചാൽ എന്താണ് ടാർഗറ്റ് ഏരിയ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ മാത്രം ലക്ഷ്യമിട്ട് ആസൂത്രണമാണ്. അതായത് എന്ത് ചെയ്യാൻ നമ്മളൊരു പ്രദേശത്തെ മാത്രം ഏതെങ്കിലും പ്രദേശത്ത്, അതായത് ചില പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യും പ്രോപ്പർ ഡെവലപ്മെൻറ്റ് അഥവാ വികസനം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടാവും. ആ സ്ഥലങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആ സ്ഥലങ്ങളുടെ വികസനത്തിനായിട്ടുള്ള ഒന്നാണ് എന്ത് ടാർഗറ്റ് ഏരിയ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് എന്ത് ഹിൽ ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതായത് 5th 5-year പ്ലാൻ 5ാമത്തെ പഞ്ചവത്സര പദ്ധതി അനുസരിച്ചാണ് എന്ത് കൊണ്ടുവന്നത്. ഇത് കൊണ്ടുവന്ന ദേശം 15ഓളം ഡിസ്ട്രിക്റ്റ്, 15ഓളം ജില്ലകൾ ഉൾപ്പെടുന്നു. ഉത്തർപ്രദേശിലെ മലയോര ഗ്രാമങ്ങൾ, ആസാമിലെ മിക്കിർ ഹില്ല്, നോർത്ത് കച്ചാർകുന്ന്, പശ്ചിമ ബംഗാൾ ഡാർജിലിംഗ്, തമിഴ്നാട്ടിലെ നീലഗിരി, ഇതൊക്കെ ഇത് പെടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കുന്നിൻ പ്രദേശങ്ങൾ, അതായത് കുന്നിൻ പ്രദേശങ്ങൾ എന്ത് ചെയ്യും വികസിപ്പിക്കാനും അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുമായിട്ടാണ് എന്തുള്ളത് ഹിൽ ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ 1981 മുതൽ എന്ത് ചെയ്യുക നാഷണൽ കമ്മിറ്റി റെക്കമെൻഡ് ഹിൽ ഏരിയാസ് എബവ് 600 മീറ്റർ ഹൈ ഷുഡ് ബി ട്രീറ്റഡ് ആസ് ബാക്ക്വേർഡ് ഹിൽ ഏരിയാസ്. അപ്പോൾ 600 മീറ്റർ ഉയരമുള്ള കുന്നുകൾ, അപ്പോൾ കുന്നും പ്രദേശങ്ങളിലേക്ക് അത് വികസനം എത്താൻ വളരെ സാധ്യത കുറവാണ്. അതുകൊണ്ട് അവിടേക്ക് പ്രോപ്പറായിട്ട് വികസനം എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അടുത്തത് ഡിഫൈൻ ദ ടേം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആട്ടോ. എക്സാമിന് ചോദിക്കാറുണ്ട് ഒരുപാട് തവണ. എന്താ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 1960s എന്ത് കൊണ്ടുവന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം കൊണ്ടുവന്നത്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് കമ്മിങ് ജനറേഷൻ, ഇനി വരുന്ന ജനറേഷൻ, നമ്മളിവിടെ ജീവിക്കുന്നുണ്ട്, നമുക്ക് മാത്രമല്ല ഇനി വരുന്ന ജനറേഷനും എന്ത് ചെയ്യണം പ്രോപ്പറായിട്ട്, ഇനി വരുന്ന ജനറേഷനും എന്ത് ചെയ്യുക പ്രോപ്പറായിട്ട്, അവർക്ക് ഇനി വരുന്ന ജനറേഷനും എന്ത് ചെയ്യണം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ബാക്കിയാണ്. ഫ്യൂച്ചർ ജനറേഷനെ കൺസിഡർ ചെയ്തുകൊണ്ട് പ്രസൻറ്റ് ജനറേഷൻ, ഇപ്പോഴത്തെ ജനറേഷൻ എന്ത് ചെയ്യുക ആവശ്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. അതിന് വിളിക്കുന്ന പേരാണെന്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. എക്സാമിൽ പഠിച്ചു വെക്കണം. അതാണ് നമ്മൾ ഓൾറെഡി പഠിച്ചൊരു ക്വസ്റ്റ്യനാണ് ഹിൽ ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഹിൽ ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അത് റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കട്ടോ. ഹിൽ ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എക്സാമിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് സെക്കൻഡ് പാർട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക, അതേപോലെ തന്നെ ചാപ്റ്റർ മൊത്തമൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. അതേപോലെ ഫസ്റ്റ് പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്, അതൊന്നും എന്ത് ചെയ്യുക കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങളുടെ +2 ക്രിസ്മസ് എക്സാമിൽ ജോഗ്രഫി എക്സാം വളരെ എളുപ്പമാകട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് മക്കളെ, എല്ലാവരും സെറ്റ് ആവട്ടെ, എല്ലാവരും അടിപൊളിയാകട്ടെ. അപ്പോൾ എല്ലാവർക്കും മക്കളെ ഓൾ ദി ബെസ്റ്റ്. അപ്പം വീണ്ടും കാണാതിരിക്കും. ബൈ.